നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സംഭവം ഒരു സ്റ്റൂളാണ്. സ്റ്റൂള് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സ്റ്റൂൾ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റൂളിന് പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരു ചിറ്റാണിയോ സ്ക്രൂവോ ചെയ്തിട്ടില്ല. ചിറ്റാണിയും സ്ക്രൂവും വയ്ക്കാതെ എങ്ങനെ സ്റ്റൂൾ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ പഴയ കാരണന്മാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സ്റ്റൂൾ അങ്ങനെയാണ്. ഈ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ സാധിക്കും. മറ്റൊരു സ്റ്റൂൾ പോലെ ഇളകില്ല. ഒരു 10 വർഷത്തേക്ക് മിനിമം നമുക്ക് ഗ്യാരണ്ടി തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും ഇങ്ങനെ സ്റ്റൂൾ ഉണ്ടാകുമോ എന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം സാധാരണ സ്റ്റൂളിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളതെന്ന്. ഇതിവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം അല്പം ചെരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ അതിൻ്റെ മുകളിൽ കയറിയാൽ വീഴാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന സ്റ്റൂള് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റൂള് ഇട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തെന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിലുപരിയായിട്ട് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു കസേര ചെയ്യുമ്പോൾ ആ കസേരയുടെ അല്ലെങ്കിൽ ആ സ്റ്റൂൾ ചെയ്യുമ്പോൾ ആ സ്റ്റൂളിൻ്റെ കാലുകൾ വികസിച്ചിരുന്നാലും ഒട്ടും സ്ലിപ്പാകാനുള്ള സാധ്യത കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും കുറവായിരിക്കും. മരത്തിലായതുകൊണ്ട് ഒടിഞ്ഞു പോകാൻ സാധ്യത കുറവായിരിക്കും. ഇവിടെ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനത്തിൻ്റെ അകത്ത് ഒരു കഷ്ണം പോലും ഒരു ചെറിയ നാര് പോലും മുള്ളാണിയോ ചുറ്റാണിയോ അല്ലെങ്കിൽ സ്ക്രൂവോ ചെയ്തിട്ടില്ല. അതെന്താണ് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ, നമ്മൾ തുളയുണ്ടാക്കി കുടുമ കയറ്റുന്ന സമയത്ത് ആ തുളയും കുടുമയും തമ്മിൽ ഒത്തിരി അകൽച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ചിറ്റാണികൾ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. കൃത്യമായിട്ടുള്ള തുളയുമൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും അത് ഇറങ്ങി പോവുകയില്ല. പണ്ടത്തെ കാരണന്മാരൊക്കെ വെള്ളം സംരക്ഷിക്കാനുള്ള പെട്ടി ഉണ്ടാക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊന്നും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇവരാണ് സംഭവം നമ്മുടെ. അപ്പോൾ ഇത് നോക്കിയറിയാൻ സാധിക്കും. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ചുറ്റാണി കാണിച്ചു തരാണെങ്കിൽ പൈസ അങ്ങോട്ട് തരാം. ഓക്കെ. ഈ കുടുംബ കയറുന്ന സമയത്ത് ഇതിൽ നിന്നും പോകുന്ന പശ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഓട്ട ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഓട്ടയിലൂടെയാണ് കൃത്യമായി പശ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പശയ്ക്ക് വരെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. അത്രയും ടൈറ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എയർ പോലും ഇതിൻ്റെ ഉള്ളിൽ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ കുടുംബയുടെ അകത്തില്ല എന്ന് വേണം പറയാനായിട്ട്. ഇങ്ങനെ ഒരു കസേര, ഇങ്ങനെ ഒരു സ്റ്റൂള് ഇപ്പോൾ ഉണ്ടാക്കി തരുന്നവർ ആൾ വളരെ കുറവാണ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാരണന്മാർ വെള്ളം ശേഖരിക്കാനായിട്ട് ഈ മരത്തിൻ്റെ അറകളുണ്ടാക്കുമായിരുന്നു. അതേപോലെയുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മിനിമം നമുക്കൊരു 10 വർഷമെങ്കിലും ഇതിന് ഗ്യാരണ്ടി തരാൻ സാധിക്കും. ഒരു കംപ്ലൈൻറ്റ് വരാൻ പോകുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ കംപ്ലൈൻ്റ് ആവും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പശയെല്ലാം തന്നെ വെള്ളത്തിൽ ഇളകി പോകുന്ന പശകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ തുണി ഇട്ട് വയ്ക്കാനായിട്ട് തുണിപ്പെട്ടി ഉണ്ടായിരുന്നു. ആ തുണിപ്പെട്ടിയാണ് ഇന്ന് അലമാരയെ മാറിയിരിക്കുന്നത്. ഈ തുണിപ്പെട്ടി പോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് നമ്മുടെ കാരണന്മാർ വെള്ളം ഒഴിച്ചു വയ്ക്കാനുള്ള പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള പെട്ടി, അതിനകത്ത് വെള്ളം ഒഴിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചു വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം അതിൽ നിന്ന് ഇറ്റ് വീഴില്ല. അങ്ങനെ വെള്ളം സംരക്ഷിക്കാനുള്ള പാത്രം എന്നോണം അവർ ഉണ്ടാക്കിയതാണ്. അത്ര സൂക്ഷ്മതയോടുകൂടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ കാലം പുരോഗമിച്ചു, ശാസ്ത്രീയമായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ചില കലകളാണ് ഇല്ലാണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നശിച്ചു പോയ കുറേ കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും എല്ലാ ആളുകളുടെ അടുത്തേക്കും ഇതേപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ അത്യാവശ്യം യോഗയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് സ്റ്റീം ബാത്ത്, സ്റ്റീം ചേമ്പർ അല്ലെങ്കിൽ പാത്തികൾ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൃത്യതയോടുകൂടിയും മരത്തെ കണ്ടറിഞ്ഞ് അതിൻ്റെ രീതിയിലെ കണ്ടറിഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്തേ.